അഭിഭാഷകൻ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർട്ടിനെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല, അതിജീവിതയെ സ്പർശിച്ചു പോലുമില്ല, മുൻസീറ്റിൽ ഇരുന്നു എന്ന കാര്യം മാത്രമേ ഉള്ളൂ, അതിജീവിതയെ സ്പർശിച്ചിട്ട് പോലുമില്ല, അതുകൊണ്ട് ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്ന വാദമാണ് മാർട്ടിന്റെ അഭിഭാഷകൻ ഉന്നയിക്കുന്നത്. പക്ഷേ ഇവിടെ ക്രിമിനൽ ഗൂഢാലോചന തെളിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒന്നാം പ്രതിയെ ബലാത്സംഗം ചെയ്തിട്ടുള്ളൂ, പക്ഷേ മറ്റുള്ളവർക്കും സമാനമായ കുറ്റം ബാധകമാകും, അതുകൊണ്ട് തന്നെ സമാനമായ ശിക്ഷ എന്ന വാദമാണ് സ്വാഭാവികമായി ഉന്നയിക്കുക പ്രോസിക്യൂഷൻ. ഏതാണ് കോടതി സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് വിധി പ്രസ്താവം വരുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ. ഇരയെ തൊട്ടിട്ട് പോലുമില്ല മാർട്ടിൻ, അതുകൊണ്ട് ബലാത്സംഗ കുറ്റം മാർട്ടിനെതിരെ നിലനിൽക്കില്ല എന്നുള്ളതാണ് വാദം. ഇപ്പോൾ മാർട്ടിന്റെ അഭിഭാഷകൻ, രണ്ടാം പ്രതി മാർട്ടിന്റെ അഭിഭാഷകൻ ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ശിക്ഷയിന്മേൽ. രാഗിൻ തുടരുന്നുണ്ട്. രാഗിൻ, ഒന്നാം പ്രതിയുടെ പൾസർ സുനിയുടെ വാദം കഴിഞ്ഞിരിക്കുന്നു, പൾസർ സുനിയുടെ അഭിഭാഷകന്റെ വാദം കഴിഞ്ഞിരിക്കുന്നു, മാർട്ടിന്റെ വാദം നടക്കുകയാണ്. ബലാത്സംഗ കുറ്റം മാർട്ടിനെതിരെ തെളിയിക്കാനാകില്ല, അത് നിലനിൽക്കില്ല എന്നുള്ള വാദമാണ് സ്വാഭാവികമായിട്ടും ഉന്നയിക്കപ്പെടുന്നത്. നമുക്ക് വിധി പ്രസ്താവനത്തിന് വേണ്ടി എന്തായാലും ഉച്ച കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുമല്ലോ. തീർച്ചയായും ഉച്ച കഴിഞ്ഞ് വൈകിട്ട് ആവുന്നവരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ മണി 12:38 രണ്ടാം പ്രതിയുടെ അഭിഭാഷകൻ, മാർട്ടിന്റെ അഭിഭാഷകനാണ് ഇപ്പോൾ കോടതിക്ക് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് പ്രതികൾക്ക്, അതായത് 2 പ്രതികൾക്ക് ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്കാണ്. അങ്ങനെ അവരും അവരുടേതായിട്ടുള്ള നിലപാടുകൾ പറയും. അങ്ങനെ ഏകദേശം ഒരു 1.5-ക്കുള്ളിൽ ഈ പ്രോസസ്സ് കഴിയും. തുടർന്ന് കോടതി പിരിയും. അതിനുശേഷം ചേംബറിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഇന്ന് നടന്ന വാദഗതികൾ കൂടി വിധിന്യായത്തിന്റെ ഭാഗമാക്കണം. അതിന് സ്വാഭാവികമായിട്ടും അല്പം സമയമെടുക്കും. അതിനുശേഷമായിരിക്കും വിധി പ്രസ്താവം പുറത്തേക്ക് വരിക. മനസ്സിലാക്കാൻ കഴിയുന്നത് 4 മണിയോടുകൂടിയൊക്കെ ആകും എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. എന്തായാലും പ്രധാനമായും ഇപ്പോൾ മാർട്ടിന്റെ അഭിഭാഷകനടക്കം പറഞ്ഞ കാര്യം, അതായത് നടിയെ സ്പർശിച്ചിട്ട് പോലുമില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അത് അത്തരം വാദഗതികളാണ് പ്രതിഭാഗം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ. പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്ന കാര്യമെന്ന് പറയുന്നത്, മാർട്ടിൻ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തില്ലായിരുന്നെങ്കിൽ, യഥാർത്ഥത്തിൽ ഈ തൃശ്ശൂരിൽ നിന്ന് നടിയെ കൊണ്ടുവരാൻ പോയ വാഹനത്തിന്റെ ഡ്രൈവറായിരുന്നു മാർട്ടിൻ ഈ സംഘവുമായി ചേർന്ന്, പൾസർ സുനി ഉൾപ്പെടെയുള്ള സംഘവുമായി ചേർന്നുകൊണ്ടാണ് ഈ ക്രൂരകൃത്യം നടപ്പാക്കിയത്. ഈ കറകുറ്റിയിൽ കാത്തുനിന്ന പൾസർ സുനിക്കും സംഘത്തിനും നടിയുടെ വാഹനം ഇന്ന സ്ഥലത്ത് എത്താറായിട്ടുണ്ട് എന്ന് വിവരം കൊടുത്തതാരാണ്? മാർട്ടിനാണ്. അങ്ങനെ മാർട്ടിൻ അവിടെ എത്തിയ ശേഷം ഈ നടിയുടെ വാഹനത്തെ സുനിയും സംഘവും പിന്തുടരുന്നു. അങ്ങനെ അത്താണിയിൽ വെത്ത് വാഹനം സ്ലോ ചെയ്തതാരാണ്? മാർട്ടിനാണ്. അങ്ങനെ നടിയുടെ വാഹനത്തിന് പിറകിൽ ഈ പൾസർ സുനിക്കും സംഘത്തിനും ഇടിച്ച് ഒരു ആക്സിഡന്റ് നാടകം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതിൽ പ്രധാനപ്പെട്ട ആളാണ് മാർട്ടിൻ. ഇതൊക്കെയാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് സുനിക്ക് ഈ ഒരു ഓപ്പറേഷൻ, അല്ലെങ്കിൽ സുനിക്ക് ഈ ഒരു ക്രൂരകൃത്യം നടപ്പാക്കാൻ എല്ലാവിധ സഹായവും ഒത്താശയും ചെയ്തത് എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നതും. അത്രത്തോളം ക്രൂരകൃത്യമാണെന്ന് നമ്മൾ ആലോചിക്കണം. ഓടുന്ന കാറിൽ മലയാളത്തിൽ ഒരു പ്രമുഖ നടിക്ക് ഏൽക്കേണ്ടി വന്ന ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണം ആണ് അന്നേ ദിവസം ഫെബ്രുവരി 2017 ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടപ്പാക്കാൻ, ഓടുന്ന വാഹനത്തിൽ നടപ്പാക്കാൻ കേവലം പൾസർ സുനി മാത്രം വിചാരിച്ചാൽ നടക്കില്ല. മറിച്ച് ഈ മറ്റ് 5 പേരുടെയും ഒത്താശയും സഹായവും ഒക്കെ വേണം. പൾസർ സുനി ഈ വാഹനത്തിൽ നടിയെ ക്രൂരമായി ആക്രമിക്കുമ്പോൾ വാഹനം ഓടിച്ചത് മണികണ്ഠനാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ പറയുന്നത് ഇത് വേർതിരിച്ച് കാണാനാകില്ല, ഇത് ഇത്തരത്തിൽ പൊതുവായി തന്നെ ഇവരുടെ ഒരു കോമൺ ഇന്റൻഷൻ എന്ന നിലയിൽ തന്നെ കാണേണ്ടി വരും എന്ന കാര്യം പ്രോസിക്യൂഷൻ പറയുന്നത്. പക്ഷേ ആത്യന്തികമായി കോടതിയുടെ ബോധ്യമാണ്. കോടതി ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചു, ഓരോരുത്തരുടെയും റോൾ പ്രത്യേകം പഠിച്ചോദിക്കേണ്ടതല്ലേ എന്ന്. അതിൽ നിന്ന് വായിച്ചെടുക്കാനും ഊഹിച്ചെടുക്കാനും അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യാഖ്യാനിക്കാനും കഴിയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പൾസർ സുനിക്ക് പരമാവധി ശിക്ഷയിലേക്ക് കാര്യങ്ങൾ പോകാനാണ് സാധ്യത കൂടുതൽ. അതോടൊപ്പം മറ്റു പ്രതികൾക്ക് ഈ പറയുന്നത് പോലെ അവരുടെ പങ്കാളിത്തം അനുസരിച്ച് കൊണ്ടുള്ള കാര്യങ്ങളിൽ ശിക്ഷ ലഭിക്കാനാണ് സാധ്യതയും. എന്തായാലും കോടതി ഇപ്പോഴും അതിലൊരു അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല. കോടതിയാണ് ഇതിൽ തീരുമാനം പറയേണ്ടത്. സ്വാഭാവികമായിട്ടും വാദഗതി മുന്നോട്ട് പോകുമ്പോൾ കോടതി പല ചോദ്യങ്ങളും ചോദിക്കും. അതൊന്നും വിധിപ്പകർപ്പിന്റെ അവസാനം വരണമെന്നില്ല, ചിലപ്പോൾ വരികയും ചെയ്യാം. എന്തായാലും കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും. ഇപ്പോഴും വാദഗതികൾ മുന്നോട്ട് നീക്കുകയാണ്. പ്രതിഭാഗമാണ് ഇപ്പോൾ കോടതിക്ക് മുന്നിൽ പ്രധാനമായിട്ടുള്ള വാദഗതികൾ നിർത്തിക്കൊണ്ടിരിക്കുന്നത്.